ഇപ്പോൾ നമ്മുടെ ചെത്തല്ലൂർ ഡ്രീംസ് വില്ല കിഡ്സ് പാർക്കിലാണുള്ളത്. എൻ്റെ കൂടെ ഉള്ളത് മക്കാവുമാണ്. വളരെ ശാന്തനായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നാണ് ഇവിടെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവരുടെയും നല്ല ഒരു പെരുമാറ്റവും സഹകരണമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ അന്തരീക്ഷം മറ്റുള്ളവരേക്കും കൂടി ഒന്ന് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കൊടുത്ത ഇതൊന്നും പേടിയാണ്. റോക്കി ഇല്ല ഇല്ല പുറത്ത് കിടക്കണ്ട കയ്യിലെടുക്കാനൊക്കെ ഓടാൻ നോക്കൂ. വേറൊന്നും കാട്ടില്ല. കൈയെടുക്കട്ടോ. വ്യത്യസ്തങ്ങളായ വളർത്തുമൃഗങ്ങളെ കാണാനും പരിചയപ്പെടാനും ഇവിടെ അവസരം ലഭിക്കുന്നു. കുട്ടികൾക്ക് വളരെ സന്തോഷം നൽകുന്ന അനുഭവമാണ് ഇവിടത്തേത്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത്. സ്കൂളുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും പാർക്കിൽ നിന്ന് നൽകുന്നുണ്ട്.
വളർത്തുമൃഗങ്ങളും പക്ഷികളും മാത്രമല്ല, കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ള ഉപാധികളും ചെത്തല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഡ്രീം വില്ലയിലുണ്ട്. ഓടിക്കതേ കുട്ടി ആണ്ടോ ചേച്ചിമാരൊക്കെ ഓടിക്കണ അതേപോലെ ഓടിക്കും. രണ്ടാൾ വരാനുണ്ട് കേട്ടോ. അനി കൂട്ടാ, രണ്ടാൾ വരാനുണ്ട്. നമുക്ക് ആ ഒറ്റപ്പക്ഷി തന്നോളാം. നമ്മളിന്നുള്ളത് ചെത്തല്ലൂർ ഡ്രീം വില്ല കിഡ്സ് പാർക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥർക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ചെറിയ കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ ഒഴിവ് സമയം ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കാണ്. അത് ശാന്തമായൊരു അന്തരീക്ഷം, നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നല്ല അതുപോലെ കുട്ടികൾക്ക് കൗതുകമായ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മൃഗങ്ങളെ അതുപോലെ പക്ഷികളെ ഒക്കെ കുട്ടികൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന തരത്തിൽ. അപ്പോൾ നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം, ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനുണ്ടായ സാഹചര്യം. ഇതൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, പെറ്റ്സൊക്കെ, പിന്നെ പാർക്കൊക്കെ ആയിട്ട്. അതന്നെ 10-20 വർഷമായിട്ട് അനിയൻ പ്രാവുകൾ വളർത്തുമായിരുന്നു. അത് ഒഴിവാക്കിയിട്ട് പക്ഷിയാക്കി. അവന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ റിട്ടയർഡ് ആയപ്പോൾ അനിയൻ പറഞ്ഞു ശരി നമുക്ക് തുടങ്ങി കേട്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയതാണ്. എന്തായാലും നന്നായിട്ട് മുന്നോട്ട് പോകാനാവട്ടെ. ഇപ്പോൾ കുറേ സ്കൂളുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. മാങ്ങോട് സ്കൂളും NNUP കാർഡമണ്ണ ഏറ്റവും കൂടുതൽ വന്നു. പിന്നെ പ്രസ്റ്റേഷൻ സ്കൂൾ വന്നു. പിന്നെ സെൻട്രൽ സ്കൂൾ സ്റ്റേഷൻ 10-39 സ്കൂൾ വന്നു അല്ലേ 4 മാസം കൊണ്ട്. അപ്പോൾ ഇനിയും ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്. ഇനി കുറച്ചും കൂടി ഡെവലപ്പാവും. പിന്നെ നമുക്കിവിടെ ഫാമിലി ആയിട്ട് വന്നപ്പോൾ തോന്നിയത് വളരെ നല്ല പെരുമാറ്റമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നിട്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതായത് സ്റ്റാഫാണെങ്കിലും അതുപോലെ നിങ്ങളുടെ ഓണേഴ്സാണെങ്കിലും ഓരോന്നും കാണിച്ചു തരാനും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലാണ്. അപ്പോൾ നന്നായിട്ട് മുന്നോട്ട് പോകാനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുന്നാണ് വന്നിട്ടുള്ളത്? ചെത്തല്ലൂർ തന്നെയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ? അപ്പോൾ 2ാം പ്രാവശ്യമാണ്, കുഴപ്പമില്ല, കാണാനൊക്കെ വൃത്തിയുണ്ട്, സാറാണ്. എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെന്താ, പക്ഷികൾ എന്തൊക്കെ കുട്ടികൾക്ക് ഒരു കൗതുകമാണ്. അവർക്ക് ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വിളിക്കുന്നത്. സംഭവമൊക്കെ സാറാണ്. പിന്നെ ചെറിയ പൈസയേ ഉള്ളൂ. ചെറിയ പൈസയാണ്. 100 റുപ്യക്ക് ഫാമിലി ആയിട്ട് വരിക വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ചേച്ചി ഇത് എല്ലാവരും ഇതിനെ എടുത്ത് കഴുത്തിലൊക്കെ വെക്കുന്നുണ്ട് അല്ലേ? ഇത് വിഷമില്ലാത്ത പാമ്പാണ്. ഇതിന് എന്താ ഇതിൻ്റെ പേര്? പൈത്തൻ. ഇതെന്താ ഇതിൻ്റെ പേര്? ഇഗ്വാന അല്ലേ? ഉപദ്രവിക്കുമോ? ഇല്ലേ, പാവാണല്ലേ? കുട്ടികളൊക്കെ വന്നത് കൗതുകത്തോടെ നോക്കാറുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണ്. മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലാണ്. ഇനി 8ലേക്ക്. എന്തായാലും ഇവിടെ നല്ല കാഴ്ചകളാണ്. ഓക്കെ. നല്ലൊരു കാഴ്ചയാണല്ലോ. എവിടെന്നാണ് വന്നിട്ടുള്ളത്? പുഞ്ചപ്പാടം അല്ലേ? ഫാമിലി ആയിട്ടാണോ വന്നിട്ടുള്ളത്? ഫ്രണ്ട്സായിട്ട് വന്നിരിക്കുകയാണ്. കുറേ കൂട്ടുകാരെ കിട്ടി ഇവിടെ വന്നപ്പോൾ. എങ്ങനെയുണ്ട് ഇവിടുത്തെ അനുഭവം? എങ്ങനെയുണ്ട്? നല്ലൊരു അനുഭവമാണ് കിട്ടിയിരിക്കുന്നത്. ഫാമിലീസിനും എന്തുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഏറ്റവും കൗതുകമുള്ളൊരു കാര്യമാണത്. പക്ഷികളും പലതരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എല്ലാവർക്കും വെച്ച് നമുക്ക് ഇതിനൊക്കെ കയ്യിൽ കൊണ്ടു നടക്കാനും അതേപോലെ അതിനെ തൊടാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷൻ കിട്ടില്ല.
കംബോഡിയൻ സ്ക്യൂറലാണ് കേട്ടോ. ഏതാ കംബോഡിയൻ സ്ക്യൂറൽ? നല്ല വലിപ്പം വരും. കോൺ സ്നേക്ക് എന്ന ഇനത്തിൽപ്പെട്ട പാമ്പാണ്. പെറ്റ്സായിട്ട് വളർത്തുന്നതിനാണത്. ചേച്ചി എമോ ആണല്ലേ? എമ്മാണ്. ഇണക്കി വളർത്തിയതാണ്. ഒന്നും കാട്ടില്ല. ഒന്നും ചെയ്യില്ല. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് അനിത. അനിത അല്ലേ? ഇപ്പോൾ ഒരു 1.5 വയസ്സൊക്കെ ആവാനായി. മുട്ടയിടുന്ന ടൈമായി തുടങ്ങുന്നുണ്ട്. എനിക്കൊരു പ്രായമായി തുടങ്ങുന്നുണ്ട്. ദേവുട്ടി എങ്ങനെയുണ്ട് എമു? അടിപൊളിയാണോ? കൊത്തിയതൊന്നുമില്ല അല്ലേ? ഇഷ്ടമായോ? ഇഷ്ടമായോ എമുവിനെ? ഇഷ്ടമായോ എമുവിനെ? നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോയാലോ? ബദ്രി എങ്ങനെയുണ്ട് എമു? എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാൾക്കും പാർക്കിലേക്ക് വന്നിട്ട്? ഇഷ്ടമായോ?